ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് വന്നിട്ട് ഇതാ മൂത്തച്ചി ഗൾഫിലേക്ക് പോകുന്ന ഒരു വ്ലോഗാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഉള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വ്ലോഗാണ്. അങ്ങനെ പോകുന്നതിന് ഇതാ 2 ദിവസം മുന്നായിട്ട് കാക്കാൻ്റെ വീട്ടിൽ ചെറിയൊരു പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇത് ഈവനിങ്ങിൽ അങ്ങോട്ട് പോയിരുന്നു. ഉപ്പത അവിടെ പെട്ടിയൊക്കെ കെട്ടിക്കൊടുക്കലായിരുന്നു, പാക്കിങ്ങും സംഭവങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ വന്നതാ കുഞ്ഞാൻ പിന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ പിന്നെ കുഞ്ഞാനൊക്കെ വന്നതിന് ശേഷം ഞങ്ങളിതാ നൈറ്റ് ഡിന്നറൊക്കെ പിന്നെ കാക്കാൻ്റെ വീട്ടിലായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഇതാ പിന്നെ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതാ പിന്നെ കുട്ടികളൊക്കെ ഇരുന്ന് ഗെയിമൊക്കെ കളിക്കുന്നതായിരുന്നു. അതുപോലെ സോയാണെങ്കിൽ ഇതാ ഇപ്പുറത്ത് പെട്ടിമേൽ ചുറ്റിപ്പറ്റി അങ്ങ് നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ടാപ്പൊക്കെ വെച്ചിട്ട് കളിക്കുന്നതായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം ഇതാ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നല്ല ലേറ്റ് ആയിട്ടാണോ തിരിച്ച് പോകുന്നത്. അപ്പോൾ കുഞ്ഞാണി പപ്പൂസ് സോയി അങ്ങനത്തെ ബൈക്കിലും പോയി. പിന്നെ ഉമ്മയും മോൾസി ഇവരൊക്കെ ഇതാ ഉപ്പൊക്കെ കൂടി ഓരെല്ലാവരും ഇതാ കുഞ്ഞോള് കൊണ്ടുപോയി വിട്ടും ചെയ്ത് കാറിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് 2 ദിവസം കഴിഞ്ഞിട്ടാണ് കുഞ്ഞോളത് UAE പോകുന്നത് കാക്കാൻ്റെ അടുത്തേക്ക്. അങ്ങനെ അന്നത്തെ രാത്രി നമ്മളെ വീട്ടിലിവിടെ പരിപാടി ഉണ്ടായിരുന്നു. 2 മണിക്കാണ് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങൽ. പിന്നെ ഫ്ലൈറ്റ് വന്നിട്ട് 5:30 ആ ഒരു ടൈമിലായിട്ടാണ്. അങ്ങനെ അപ്പോഴത്തെ കുട്ടികളും എല്ലാവരും കൂടി എത്തിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും വന്നാൽ പിന്നെ ഭയങ്കര കളിയായി, ഭയങ്കര രസമാണ് കേട്ടോ കുട്ടികളെല്ലാവരും കൂടി കൂടിയിട്ടുണ്ടെങ്കിൽ. ഇത് എടുത്താ തറവാട്ട്. അങ്ങനെ എല്ലാവരും കൂടി കൂടിയിട്ടുണ്ടല്ലോ. ഇതാ നമുക്ക് മെയിനായിട്ട് ഫുഡ് അടിയാണല്ലോ. അങ്ങനെ ഫുഡ് വന്നിട്ട് ഇത് ചിക്കൻ ബിരിയാണിയാണ്. അൽനൂർത്തെ നല്ല സൂപ്പർ ബിരിയാണിയാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ വിളമ്പുന്നതാണ്. അപ്പോൾ ഹോളിൽ എന്നും കുട്ടികൾ മാത്രമല്ല ഇരിക്കൽ, ഇന്ന് എല്ലാവർക്കും കൂടി വലിയവർക്കും എല്ലാവർക്കും കൂടി ഒന്നിച്ച് അങ്ങനെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് ഹോളിലിട്ടതായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ ഇരുന്നപ്പോൾ തന്നെ നമ്മൾ സെറ്റ് അവിടെ ഫുള്ളായപ്പോൾ പിന്നെ വന്നിട്ട് ടേബിളിലും കുറച്ച് ആൾക്കാർ ഇതാ വന്നിരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ ഫുഡൊക്കെ കഴിക്കുന്നതാണ്. പിന്നെ ഫുഡ് ഇതാ കുറച്ച് നേരത്തേനാണ് ഒന്ന് കഴിച്ചിട്ടുള്ളത്. കുഞ്ഞോക്കും കുട്ടിയൊക്കെ എയർപോർട്ടിൽ പോകുന്നതിന് മുന്നായിട്ട് കുറച്ച് നേരമെങ്കിലും ഉറങ്ങാമെന്ന് വെച്ചിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇതാ ഉറങ്ങലൊക്കെ കണക്കായിരുന്നു. എല്ലാവരും കൂടി നമ്മൾ വർത്തമാനം പറഞ്ഞിരിക്കലും അങ്ങനെയൊക്കെ തന്നെ. പിന്നെ ഇതാ 1 മണി 1:30 ആയപ്പോൾ എണീറ്റ് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റി ഇതാ എയർപോർട്ടിൽ പോകാൻ ഇറങ്ങുന്നതാണ്. എല്ലാവരോടും ഇതാ യാത്രയൊക്കെ പറഞ്ഞാണ്ട്. അപ്പോൾ ഞാനും ഉമ്മയും ഉപ്പയും കുഞ്ഞാനും കൂടിയാണ് എയർപോർട്ടിൽ കൊണ്ടുപോയി വിടുന്നത്. പിന്നെ സോയി ഉണ്ട്. കുട്ടികൾ പിന്നെ വേറെ ആരുമില്ല. അവർക്കൊക്കെ പിന്നെ ഇതാ ഉറങ്ങുന്ന ഒരു ടൈമാണല്ലോ. സോയ്ക്ക് പിന്നെ ഉറക്കമൊന്നുമില്ല കേട്ടോ. അവൾക്ക് രാത്രി പകൽ കണക്കാണ്. ഓളെ പിന്നെ വെച്ചിട്ട് പോകാനും പറ്റില്ലല്ലോ. അങ്ങനെ പിന്നെ ഇതാ ഓളെ കൊണ്ടുവന്നുണ്ട്. അപ്പോൾ ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ് കേട്ടോ.
ഉറക്കില്ല, എനിക്ക് ഉറക്കില്ല. ടൈം 3 മണിയായിട്ടും കുട്ടിക്ക് ഉറക്കില്ല കേട്ടോ. എയർപോർട്ടിൽ അങ്ങനെ കുറച്ച് നേരത്തെ എയർപോർട്ടിൽ നിൽക്കേണ്ടി വന്നിട്ടാ. കുഞ്ഞൊക്കെ ഇതാ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയിട്ട് പോകാമെന്ന് വെച്ചാണ്ട് പിന്നെ കിട്ടാനും കുറച്ച് ലേറ്റ് ആയിക്കണേ. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇവർ പോകുന്ന ഫ്ലൈറ്റിൽ അത്യാവശ്യം ആളുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് കേട്ടോ. അങ്ങനെ പിന്നെ കുഞ്ഞോള് വിളിച്ചിരുന്ന് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മളെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ പോയിട്ട് ഉമ്മാനും ഉപ്പാനും അവിടെ ഇറക്കിയിട്ട് മോൾസിനെ എടുത്തിട്ട് ഓളെ കോളേജിൽ വിടാനുണ്ട് കേട്ടോ. ഓൾക്കിതാ ഇന്ന് ട്രിപ്പ് പോകുന്ന ദിവസമാണ്. അപ്പോൾ 4 മണിക്ക് ഓളവിടെ എത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ വീട്ടിലെത്തുന്ന കറക്റ്റ് ടൈമിൽ തന്നെ ആയിരിക്കും ഓളെ പിക്ക് ചെയ്യാനുള്ളത്. അങ്ങനെ ഇനി അങ്ങോട്ട് പോയി പിന്നെ മോൾസിനെയും എടുത്തിട്ട് ഓളതാ അവിടെ ഇറക്കി കൊടുത്തിട്ടാണ്. അങ്ങനെ മോൾസിനെതാ ഉള്ള ഫ്രണ്ട്സുകളൊക്കെ എടുത്തൊക്കെ നമ്മൾ തിരിച്ച് പോകുന്നതാണ്. ഓള് ഭയങ്കര ഹാപ്പിയിലായിരുന്നു. നല്ല അടിച്ച് പൊളിച്ചിട്ട് വാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് പോകാൻ ഇറങ്ങിയിട്ടാണ്. ഒന്നാമത് നമ്മൾ ഭയങ്കര ടയർഡായിരുന്നു. ഒരു ബസ് പോകുന്നവരൊന്നും വെയിറ്റ് ചെയ്യാൻ നിന്നില്ലായിരുന്നു കേട്ടോ. നല്ല തലവേദനയും ഒക്കെ ഉണ്ടായിരുന്നു. രാത്രി 2 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണല്ലോ. പിന്നെ എയർപോർട്ടിലും കുറേ നേരം പോസ്റ്റ് അടിച്ച് നിന്നിക്കിട. അത് കഴിഞ്ഞാണ്ട് പിന്നെ ഇവളെടുത്താണ്ട് ഇങ്ങോട്ട് വന്ന് അങ്ങനെ മൊത്തത്തിൽ ഭയങ്കര ഇതായിരുന്നു കേട്ടോ. ഫുള്ള് നൈറ്റിൽ ഉറക്ക് പോയതുകൊണ്ട് തന്നെ സോയ്ക്ക് പിന്നെ യാതൊരു പ്രശ്നമില്ലായിരുന്നു. ഓൾക്ക് പിന്നെ രാത്രി പകലും പകൽ രാത്രിയും ഉണ്ടാവും ഉറക്കിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ഓൾക്ക് യാതൊരു പ്രശ്നമില്ലായിരുന്നു. നല്ല കളിയിലായിരുന്നു പെണ്ണ്. എനിക്കാണെങ്കിൽ ഭയങ്കര തലവേദന ഉണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന പോക്കിൽ ചായയൊക്കെ കുടിച്ചിട്ട് നേരത്തെ പിന്നെ വീട്ടിലേക്ക് പോകുന്നതാണ് കേട്ടോ. ടൈമാണെങ്കിൽ 5:15 ആയിക്കണേനും. അങ്ങനെ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ഇട്ട് കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക് യു. അസ്സലാമു അലൈക്കും.